ബൈസൺ കാലമാടൻ നമ്മുടെ നമ്മുടെ ധ്രുവ് വിക്രത്തിന്റെ പടം. സോ നമ്മുടെ ധ്രുവ് വിക്രം എന്ന് പറയാൻ കാരണമുണ്ട്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹിസ് ഡാഡ്. ചിയാൻ വിക്രത്തിന്റെ ഡൈ ഹാർഡ് ഫാൻ ആണ് ഞാൻ. ഈ ചോട്ടാ മുംബൈ സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ ചിയാൻ വിക്രത്തിനെ ആരാധിച്ച് കുറച്ച് ആരാധന മകനിലോട്ടും പോയി. തെറ്റാണോ? ഒരു തെറ്റുമല്ല. തമിഴ് ഫിലിം ഇൻഡസ്ട്രി പറയുമ്പോൾ ചിലർക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് തളപതി വിജയ്, ചിലവർക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് തല അജിത്, ചിലവർക്ക് നടിപ്പിൻ നായകൻ സൂര്യ. ടു മീ പേഴ്സണലി ഇറ്റ്സ് ഓൾ അബൌട്ട് ചിയാൻ വിക്രം. അങ്ങേര് കഴിഞ്ഞിട്ടേ എനിക്ക് ആരുള്ളൂ. ആൻഡ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ, കമൽഹാസൻ, മമ്മൂട്ടി, ചിയാൻ വിക്രം. ഇതിനെ പറ്റിയിട്ട് പലർക്കും പല ഡൗട്ട് ഉണ്ടാവും, പലർക്കും പല എതിർപ്പ് ഉണ്ടാവും. വി ക്യാൻ ഈവൻ ഡിബേറ്റ് ഫോർ അവേഴ്സ്, ഡേയ്സ്, വീക്സ്, മന്ത്സ്, ഇയേഴ്സ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദാറ്റ്സ് ദ നേക്കഡ് ട്രൂത്ത്. അതാണ് പച്ചയായ സത്യം. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ചിയാൻ വിക്രം. ധ്രുവ് ക്യാൻ വെയിറ്റ്. വിക്രത്തിനെ പറ്റി കുറച്ച് സംസാരിക്കാം. സോ ആ മനുഷ്യനുണ്ടല്ലോ, ഒരു പടത്തിന് വേണ്ടിയിട്ട് ആളുടെ 100 അല്ല 1000% കൊടുക്കും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റിമെയിൻസ് അൺഅപ്രീഷിയേറ്റഡ്. അത് തന്നെ പറയാനുള്ളൂ. ആൾക്ക് വേണ്ട ഒരു പ്രോപ്പർ അപ്രീസിയേഷൻ പോലും കിട്ടില്ല. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ആള് തങ്കലാൻ സിനിമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. തങ്കലാൻ സിനിമയെ പറ്റിയിട്ട് പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ചിയാൻ വിക്രത്തിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് ഒരാൾക്കും സംശയം ഉണ്ടാവില്ല. അത്രയും കിടുവായിട്ടാണ് അങ്ങേര് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ അപ്രീസിയേഷൻ എവിടെ അങ്ങേർക്ക് കിട്ടിയിരിക്കുന്നത്? വീരധീര സൂരന്റെ മറ്റേ റിലീസിന്റെ ഭാഗമായിട്ട് GT നീലകണ്ഠന്റെ ഒരു ഇന്റർവ്യൂവിന് ആള് പോയിണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ആള് പറയണ്ടായി എന്നോ സാർ എന്ന പെർഫോമൻസ് സാർ പൊന്നിയൻ സെൽവനില്. പൊന്നിയൻ സെൽവനില് കിടു പെർഫോമൻസ് തന്നെയായിരുന്നു, അതിനൊന്നും ഒരു സംശയമില്ല. വാട്ട് അബൌട്ട് തങ്കലാൻ? പൊന്നിയൻ സെൽവന്റെ റോള് ദാറ്റ് വാസ് ടഫ് ആക്ച്വലി. ആദിത്യ കരികാലൻ ആ ക്യാരക്ടർ ഭയങ്കര ടഫ് തന്നെയായിരുന്നു. തങ്കലാനിലെ ആ ഒരു ക്യാരക്ടർ ചിയാൻ വിക്രം അല്ലാതെ ഏതെങ്കിലും ഒരു നടന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത്രയും കിടുവായിട്ടാണ് അങ്ങേര് പണി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് അപ്രീസിയേഷൻ ആണ് അങ്ങേർക്ക് കിട്ടിയിട്ടുള്ളത്? ഈവൻ റീസെന്റ് ആയിട്ട് കുറെ അവാർഡ് സെറിമണി ഉണ്ട്, സൈമ ഗൊയ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ ഏതൊക്കെ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തു, ഏതൊക്കെ സിനിമയിലെ പെർഫോമൻസിന് അവാർഡ് കൊടുത്തു. തങ്കലനെ നെഗ്ലക്ട് ചെയ്തു. തങ്കലനിലെ വിക്രത്തിന്റെ പെർഫോമൻസിനെ നെഗ്ലക്ട് ചെയ്തു. അതിന് കൊടുത്തിട്ടേ വേറെ ഏത് സിനിമയ്ക്കും കൊടുക്കാൻ പാടുള്ളൂ. ആ ഒരു ആക്ടറിന് കൊടുത്തിട്ടേ വേറൊരു ആക്ടർ കൊടുക്കാൻ പാടുള്ളൂ. അജാതിപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു. മലയാളത്തിൽ ആട് ജീവിതത്തിന് പൃഥ്വിരാജിന്റെ പെർഫോമൻസിന് ഒരു പീക്ക് ലെവൽ ഉണ്ട്. അതേപോലെയാണ് തമിഴില് തങ്കലാനില് വിക്രത്തിന്റെ പെർഫോമൻസ്. ഒരു അപ്രീസിയേഷൻ ആ മനുഷ്യന് കിട്ടുന്നില്ല. ഇവൻ കോബ്ര സിനിമ തല്ലിപ്പൊളി പടം തന്നെയായിരുന്നു. പക്ഷെ അതില് സെക്കൻഡ് ഹാഫില് ഒരു ഇന്ററോഗേഷൻ സീനിൽ ഇങ്ങനെ ഹാലൂസിനേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട്. പെട്ട സാധനമായിരുന്നു. അതിനെ പറ്റിയിട്ട് എത്ര പേര് സംസാരിച്ചിട്ടുണ്ട്? സി ദിസ് ഗായ് ഈസ് ദ ബെസ്റ്റ്. തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ എന്ത് അപ്രീസിയേഷൻ ആണ് അങ്ങേര് കിട്ടിയിട്ടുള്ളത്? ഒരു അപ്രീസിയേഷനും കിട്ടിയില്ല. സ്റ്റിൽ ഹി വർക്ക്സ് ഹാർഡ്. ആൻഡ് നെക്സ്റ്റ് പടത്തിൽ അങ്ങേര് അടുത്തൊരു 1000% കൊടുക്കും. ആൻഡ് അഗെയിൻ റിമെയിൻസ് അൺഅപ്രീഷിയേറ്റഡ്. ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് തങ്കലാനിലെ പെർഫോമൻസിൽ അങ്ങേർക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ. അത് ഭയങ്കര സ്റ്റിൽ ഇറ്റ് ഹേർട്സ്. എന്നിട്ട് പറയുമ്പോൾ വിക്രത്തിന് ഫാൻസ് ഇല്ല. കുറെ പേര് വിക്രത്തിന് അധികം ഫാൻസ് ഒന്നും വേണ്ട. വിക്രത്തിനുള്ള ഫാൻസ് ഒക്കെ ഡൈ ഹാർഡ് ഫാൻസ് ആണ്. ആൻഡ് ദിസ് മാൻ ഐ ഡോണ്ട് തിങ്ക് ഹി ഹാസ് സം സോർട്ട് ഓഫ് ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത മനുഷ്യനാണ്. പക്ഷെ വേണ്ട അപ്രീസിയേഷനും അതേപോലെ റെക്കഗ്നീഷനും ഒന്നും കിട്ടില്ല എന്ന് മാത്രം. സോ അങ്ങേരുടെ മകനാണ് ധ്രുവ് വിക്രം. സോ അറിയാലോ ഏത് ലെവലായിരിക്കും പെർഫോമൻസ് എന്നുള്ളത്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു ടോക്ക് അബൌട്ട് ധ്രുവ് വിക്രംസ് ബൈസൺ. കിടു പറഞ്ഞ മാസ്റ്റർ പീസ് ഐറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദീപാവലി റിലീസ് ആയിട്ട് ഇറങ്ങിയ സിനിമയാണ്. സോ എനിക്ക് ഈ സിനിമ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു തിയേറ്ററിൽ പോയിട്ട്. എന്റെ ഒരു ഫേവറേറ്റ് ആക്ടർ ഞാൻ പറഞ്ഞില്ലേ, ചിയാന്റെ മകന്റെ പടം നമ്മൾ കാണണമല്ലോ. പക്ഷെ ഈ അടുത്തുള്ള തിയേറ്ററിലൊന്നും പടം എടുത്തില്ല. ആൻഡ് പിന്നെ പടം വന്നപ്പോഴേക്കും എന്റെ പോക്കറ്റ് കാലിയായി. ഞാൻ വെച്ച് OTT കാണാൻ നൗ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ എന്റെ അടുത്ത് എന്തെങ്കിലും ആരെങ്കിലും വന്നിട്ട് ഒരു 3 സിനിമ, തമിഴ് സിനിമയല്ല 3 സിനിമ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിലൊരു പടം, റീസെന്റ് ടൈംസിലെ ബെസ്റ്റ് പടങ്ങൾ പറഞ്ഞാൽ അതിലൊരു പടം ബൈസൺ തന്നെ ആയിരിക്കും. ദിസ് ഇസ് ദ ബെസ്റ്റ് സിനിമ ഇൻ തമിഴ് ഇൻഡസ്ട്രി റീസെന്റ് ടൈംസ് ഞാൻ ഒരിക്കലും പറയില്ല. ദിസ് ഇസ് ദ ബെസ്റ്റ് സിനിമ ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി റീസെന്റ് ടൈംസിൽ. അത്രയും പെട്ട സാധനമാണ്. മാസ്റ്റർ പീസ് ആയിട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ മാരി സെൽവരാജിന്റെ സിനിമകളുടെ അത്ര വലിയ ഫാനോ അല്ലെങ്കിൽ ഡൈ ഹാർഡ് ഫാനോ ഒന്നും അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയുണ്ട്, പരിയേരും പെരുമാളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാത്ത സിനിമയുണ്ട്. ഈ സിനിമ 2.25 മണിക്കൂറാണ് അതിന്റെ ഡ്യൂറേഷൻ. ആൻഡ്
ഐ വാസ് ഇൻ സോ ഷുവർ, ഞാൻ ഒരൊറ്റ അടിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഉറപ്പും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ ഇത് തീർത്തിട്ടേ ഇരിക്കുന്നു. ധ്രുവ് വാട്ട് ആൻ ആക്ടർ മാൻ. ഇന്ന് ഇഫ് യു സ്റ്റോപ്പ് ആക്ടിങ് ടുഡേ യു വിൽ ബി ഓൾവേസ് റിമെമ്പേർഡ് ഫോർ ബൈസൺ. അജാതി ഒരു പണ്ണലാണ് പണിയിരിക്കുന്നത്. നെപ്പോ കിഡ്സ് എക്സാമ്പിൾ ആക്കേണ്ട മനുഷ്യനാണ് ധ്രുവ്. ഇങ്ങനെ ഒരു സ്റ്റാച്യു കെട്ടിയിട്ട് പോയി പൂജിക്കുക. അതാണ് പല നെപ്പോ കിഡ്സിന്റെ അടുത്തും പറയാനുള്ളത്. ആക്ടിങ് ഈസ് നോട്ട് ജസ്റ്റ് ഗിമ്മിക്സ്. അത് അവര് മനസ്സിലാക്കണം. കുറെ നെപ്പോ കിഡ്സ് ഉണ്ട് ഗിമ്മിക്സ് കാണിക്കാനും പേക്കൂത്ത് കാണിക്കാനും വേണ്ടി മാത്രം സിനിമയിൽ വരുന്നവര്. കണ്ട് പടി. അജാതി പെട്ട പെർഫോമൻസ്. ഇതില് ധ്രുവിന് ഒരു റേജ് ഉണ്ട്, അതായത് ഒരു അൺകൺട്രോളബിൾ ആങ്കർ. ആ ആങ്കർ വരുന്ന സമയത്തൊക്കെ കിടു പെർഫോമൻസ് ആണ്. ലിറ്ററലി സർട്ടൻ സീൻസിൽ എനിക്ക് ഗൂസ് ബംസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബസ് സീക്വൻസ് ഉണ്ട് ഇതില്, അതിൽ ആളുടെ ഒരു റേജ് ഔട്ട് ബേസ്റ്റ് ചെയ്യുന്ന സമയത്ത് പക്ക ഗൂസ് ബംസ് മൊമെന്റ് ആയിരുന്നു. അതേപോലെ തന്നെ ആളുടെ ഇമോഷണൽ സൈഡ് ഉണ്ട്, ഭയങ്കര വീക്ക് ആയിട്ടുള്ള സൈഡ് ഉണ്ട്, സ്പോർട്സിന്റെ ഒരു സൈഡ് ഉണ്ട്, എല്ലാത്തിന്റെ ഒരു പ്രോപ്പർ മിക്സ് ആയിട്ടുള്ള ഒരു പടം. അതാണ് നമ്മുടെ മാസ്റ്റർ പീസ് സാധനമാണ് ബൈസൺ. സോ ഇതില് ഒരു പൊറോട്ട കടയിൽ ഇരുന്നിട്ട് ആള് പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അറ്റാക്ക് നടക്കുമ്പോൾ ധ്രുവിന്റെ ഒരു 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 ഇമോഷണൽ സൈഡ് കാണിക്കുന്നുണ്ട്. ആ പൊറോട്ടയൊക്കെ വായെന്നൊക്കെ ഇങ്ങനെ വീഴുന്ന സമയത്തും എന്നാ കിടു പെർഫോമൻസ് ആയിരുന്നു അറിയൂ, ഒത്തു പെട്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിൽ സ്പോർട്സ് സൈഡ് പറഞ്ഞാൽ ആപ്പ ഊപ്പ കബഡി പരിപാടിയല്ല. അച്ഛന്റെ പേര് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഹീസ് റെഡി ടു ഗോ ടു എനി എക്സ്റ്റെന്റ്. ആ ഒരു ടൈപ്പ് ഓഫ് ആക്ടറാണ് ധ്രുവ്. ആള് കബഡിക്ക് ട്രെയിനിങ് എടുത്തിട്ട് ഇവൻ ആളുടെ കബഡി റെയ്ഡിന് പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പ്രോ പ്ലേയേഴ്സ് പോണ പോലെ തോന്നാം. ഞാൻ കബഡി കാണാറുള്ള ആളാ, ഇന്ത്യൻ ടീമിന്റെ അല്ല, പ്രോ കബഡി ലീഗ് ഫസ്റ്റ് സീസൺ തൊട്ട് കാണാറില്ല. ഈ മറ്റേ അനൂപ് കുമാർ, അതേപോലെ തന്നെ രാഹുൽ ചൗധരിയ, മറ്റേ തെലുങ്കു ടൈറ്റൻസിൽ ഒരു കളിക്കാരൻ ഉണ്ടായില്ലേ അജയ് താക്കൂർ. സ്റ്റിൽ മൈ ഫേവറേറ്റ് പ്ലെയർ വാസ് ജസ്വീർ സിംഗ്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ജയ്പൂർ പിങ്ക് പാന്തേഴ്സ് ആയിരുന്നു. അപ്പൊ ആ കബഡി കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ല, അത് എനിക്ക് ഈ പടം കണ്ടപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്പോർട്സിന്റെ സീനൊക്കെ ഡെഫിനറ്റ്ലി വി നോ ദാറ്റ് ഈ സിനിമയുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഫൈനലിൽ എന്താ ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ പോലെയാണ് പല സീനും എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്ത് രജീഷയ്ക്കൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ അറിയൂ. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതായത് രജീഷ ഭയങ്കര ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, അല്ലെങ്കിൽ കിടു ആക്ടറാണ് ഇന്നേ വരെ തോന്നിയിട്ടില്ല. ജൂൺ സിനിമ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടില്ല. അനുരാഗ കരിക്കുമ്പോഴത്തിന് ആൾക്കെന്താ അവാർഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ആളുടെ ഒരു അഭിനയമാണ് ആ പടത്തിൽ. ആ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലൊരു പെർഫോമൻസ് ഉണ്ട് മോനെ, ഇമോഷണൽ സൈഡൊക്കെ ആളുടെ പെട്ട സാധനമായിരുന്നു. അതായത് നമ്മളെ ബസ്സിൽ ഒരു സീക്വൻസ് ഉണ്ട്, ആളുടെ ഒരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഉണ്ടായിരുന്നു. സേസിക്ക് ഇത്രയൊക്കെ അഭിനയിക്കാൻ അറിയുമോ? എന്റെ അടുത്ത് ടു മീ പേഴ്സണലി ഇപ്പൊ ആരെങ്കിലും വന്നിട്ട് ഹൂ ഇസ് എ ബെസ്റ്റ് ആക്ടർ, അല്ലെങ്കിൽ റീസെന്റ് ടൈംസിൽ മലയാളം ബെസ്റ്റ് ആക്ടർ ആരാ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി പാർവതി തെരുവോത്ത് തന്നെയാണ്. തെരുവോത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് നമുക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ചേച്ചി അടിക്കാനൊന്നും ആളില്ല പെർഫോമൻസിൽ. ഇപ്പൊ അത് കഴിഞ്ഞ ഡെഫിനറ്റ്ലി രജീഷ പറയുന്നത്. അത്രയും കിടുവായിട്ടാണ് രജീഷ പണി വെച്ചിരിക്കുന്നത്. ലാൽ, മലയാളം ഇൻഡസ്ട്രിക്ക് ലാലിന് ഉപയോഗിക്കാറില്ല. മലയാളം ഇൻഡസ്ട്രിക്ക് ലാൽ വെറും ഡോൾ ബൈ അറ്റ്മോസ് അണ്ണനും പേക്കൂത്ത് കാണിക്കുന്ന ആളാണ്. തമിഴന്മാർ ഉപയോഗിക്കുന്ന കാണനം മോനെ. വേറെ ആരെങ്കിലും ആയിരിക്കും ഡബ് ചെയ്തിട്ടുണ്ടാവുക. കിടു പെർഫോമൻസ് ആയിരിക്കും. സറണ്ടർ ഒരു എക്സാമ്പിൾ. ആ സിനിമയിലൊക്കെ അങ്ങേരുടെ ഇമോഷണൽ സൈഡൊക്കെ യജാതി കിടുവായിരുന്നു. ഇതിലും ഉണ്ട്. ഭയങ്കര ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇമോഷണൽ സൈഡ് എന്തിന്ന് അങ്ങനെ ഇമോഷൻസ് കാണിക്കില്ല. ക്രൂരനാണ്, എന്നാൽ ക്രൂരത അത്ര എക്സ്ട്രീം വയലൻസ് കാണിക്കില്ല. സട്ടിലായി വന്ന് പരിപാടി ചെയ്തിട്ട് പോകും. അങ്ങേരുടെ ക്യാരക്ടർ കിടുവായിരുന്നു. അമീർ കിടു പെർഫോമൻസ്. ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു ആരെങ്കിലും ഒന്ന് മോശമായിട്ട് അഭിനയിക്കണേ പറഞ്ഞിട്ട്. ഇതിലെ പുഷ്പ എന്നെന്തോ പറഞ്ഞിട്ട് ലാസ്റ്റ് മറ്റേ കബഡി കമ്മിറ്റി സെലക്ഷൻ കമ്മിറ്റിയുടെ ഒരു മകളുണ്ട് ഒരാളുടെ, ആ കൊച്ചു വരെ കിടു പെർഫോമൻസ് ആയിരുന്നു. ഒരു റൂറൽ ഏരിയാസിൽ നടക്കുന്ന സംഭവം, ദിസ് ഇസ് നോട്ട് ആക്ച്വലി സിനിമ, റൂറൽ ഏരിയാസിൽ നടക്കുന്ന കുറെ സംഭവങ്ങൾ എടുത്തിട്ട് ഒരു ബിഗ് സ്ക്രീനിൽ കാണിച്ച അങ്ങനെയാണ് തോന്നിയത്. കാരണം ഓരോരുത്തർ ജീവിക്കായിരുന്നു ഈ സിനിമയിൽ. സോ ഈ സിനിമ കാണേണ്ടവർ എന്തായാലും കാണും. ആക്ച്വലി വെരി നൈസ് ഫിലിം. കിടുവാണ്. 2.25 മണിക്കൂറൊന്നും ഒരു ഡ്യൂറേഷൻ പോലെ ആയിട്ട് എനിക്ക് തോന്നിയില്ല. സോ കാണേണ്ടവർ എന്തായാലും ഇരുന്ന് കണ്ടു നോക്കുക. പെട്ട പടമാണ്.